ഗുജറാത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് അംബരീഷ് ദേർ പാർട്ടി വിട്ടു. ബി.ജെ.പിയിൽ ചേരുമെന്നാണ് സൂചന. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളെ തുടർന്ന് അംബരീഷിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു. നോബിൾ മാരിക്കാരനുണ്ട്. നോബിൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടി പാർട്ടി വിടുകയാണ്. നാളെ ബി.ജെ.പിയിൽ ചേരുമോ ഇയാൾ? ബിനിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കും തോറും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുന്ന നേതാക്കളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഗുജറാത്തിലെ വർക്കിംഗ് പ്രസിഡന്റാണ് പാർട്ടി വിട്ട് പുറത്തു പോയിരിക്കുന്നത്. അംബരീഷ് ദേർ അദ്ദേഹം കോൺഗ്രസ് വിട്ടിരിക്കുന്നു. നാളെ ബി.ജെ.പിയിൽ ചേരാനുള്ള സാധ്യതയാണ് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ബി.ജെ.പി പ്രവേശനം ഉടൻ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകളും ഉള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ അയോധ്യ അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയും എതിർ നിലപാട് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാണെങ്കിലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്നുള്ള പുറത്തേക്ക് പോയി ഉണ്ടായിരിക്കുന്നത്. അതേസമയം അംബരീഷിനെ നേരത്തെ തന്നെ 6 വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായാണ് ഇപ്പോൾ കോൺഗ്രസ് ഇതിലൊരു വിശദീകരണം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പല ഘട്ടങ്ങളിലും പാർട്ടിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൊഴിഞ്ഞുപോക്ക് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ല എന്ന വിലയിരുത്തലാണ്. എന്താണെങ്കിലും നിലവിൽ കോൺഗ്രസ് വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത് നേരത്തെ മഹാരാഷ്ട്രയിൽ നടക്കുന്ന നിരവധി നേതാക്കൾ, മുൻ മുഖ്യമന്ത്രി അടക്കമുള്ളവർ കോൺഗ്രസ് വിട്ടുകൊണ്ട് പുറത്തേക്ക് പോയിരുന്നു. കഴിഞ്ഞ ദിവസം അസാമിൽ നിന്ന് വർക്കിംഗ് പ്രസിഡന്റ് സമാനമായ രീതിയിൽ തന്നെ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്താണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കും തോറും ഓരോ സംസ്ഥാനത്തു നിന്നും നേതാക്കൾ കൊഴിഞ്ഞു പോകുന്ന തുടരുകയാണ്. അതോടൊപ്പം അടുത്ത ദിവസമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര ഗുജറാത്തിൽ എത്തുന്നത്. അതിനു മുന്നോടിയായി തന്നെ ഒരു നേതാവ് കൂടി ഇത്തരത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് തന്നെ പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യം തീർച്ചയായും വലിയ പ്രതിസന്ധി കോൺഗ്രസിനുണ്ടാക്കും. ഇത് പലയിടത്തും വലിയ തിരിച്ചടികൾക്ക് കാരണമാകും എന്ന വിലയിരുത്തൽ കൂടി കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട്. ബിനിൽ.